വടക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുകയാണ്. പല സംസ്ഥാനങ്ങളിലും താപനില 50 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ്. ഇതുവരെ 58 മരണങ്ങളാണ് ഉഷ്ണതരംഗത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ സ്ഥിതി വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത്? മഞ്ജുഷ, തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം 13 പേരൊക്കെയാണ് ഒരു ദിവസം മാത്രം യു.പിയിൽ മരണപ്പെട്ടത്. ഇത്തരത്തിൽ ഉഷ്ണതരംഗം മൂലം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലായി നിരവധി പേർ മരിച്ചു. ഇപ്പോൾ 58 പേരാണ് ഉഷ്ണതരംഗം മൂലം രാജ്യത്ത് ആകെ മരിച്ചത്. എന്തായാലും ഇത് മാർച്ച് മുതൽ മെയ് വരെയുള്ള ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ മാത്രം 45-ലധികം മരണങ്ങളാണ് മെയ് മാസത്തിൽ മാത്രം സംഭവിച്ചത്. ഇത്തരത്തിൽ ഒഡീഷയിലും 10 പേര്, ഒഡീഷയിലെ സർക്കാർ ആശുപത്രിയിൽ 10 പേരാണ് ഒരു ദിവസം മാത്രം മരിച്ചത്. എന്തായാലും ഇത്തരത്തിൽ തന്നെ 50 ഡിഗ്രി 52 ഡിഗ്രി വരെയൊക്കെ റെക്കോർഡ് താപനിലയാണ് പല സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇപ്പോഴും 50 ഡിഗ്രിയായി, അല്ലെങ്കിൽ 47 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഉയർന്ന ഉഷ്ണതരംഗം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉയർന്ന ഒരു ഉഷ്ണതരംഗം ആണ് പ്രധാനമായും ചർച്ചയാവുന്നത്. ഒപ്പം റിമാൽ ചുഴലിക്കാറ്റ് ചർച്ചയാകുന്നുണ്ട്. ഇത്തരത്തിൽ റിമാൽ ചുഴലിക്കാറ്റ് കാരണം ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്ന് ചർച്ചയാകും. ഏറ്റവും നമുക്കറിയാം, ഈ ഉഷ്ണതരംഗം മാത്രം മരണപ്പെട്ടവരാണ് ഇപ്പോൾ ഈ 58 പേർ എന്ന് പറയുന്ന കണക്ക്. ഇതിനു പുറമെ ഈ ഉയർന്ന താപനില തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുമൂലമുണ്ടായ ദേഹാസ്വാസ്ഥ്യങ്ങൾ കാരണം നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥനടക്കം ഇത്തരത്തിൽ ഉയർന്ന താപനില മൂലമുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഉഷ്ണതരംഗം വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. മറ്റൊരു വാർത്തയിൽ